രസകരമായ ഒരു സിനിമ. അതായത് നമ്മൾ നീമ്പോളിയുടെ ആ ഒരു ഫീൽ ഗുഡ് ജോണറിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് മൊത്തം കിട്ടിയിട്ടുണ്ട്. ഒരു ഡൾ മൊമെന്റ് പോലുള്ള സിനിമയില് പിന്നെ എല്ലാ സീനും അതിനകത്തുള്ള വർത്തു ആ ഒരു കുളിര് നൽകുന്ന സിനിമ എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലിലേക്ക് സിനിമ വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. നീമ്പോളി ആണെങ്കിൽ അജു വർഗീസ് തമ്മിലുള്ള കോംബോ, അവര് ഇത്രയും സിനിമ കഴിഞ്ഞിട്ട് അവർ പേരിങ്ങനെ ഒരു റിപ്പീറ്റേഷൻ തോന്നുന്നില്ല. അവർ ഇത് വേറൊരു രീതിയിലാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഒരു മ്യൂസിക്കലി അടിപൊളിയാണ്. പിന്നെ റിലേഷൻസ്, ഇങ്ങനെ ഒരു നമ്പൂതിരി ഫാമിലി, അങ്ങനെ നമ്മൾ അധികം കണ്ടില്ലാത്ത ഒരു ഫാമിലി സെറ്റപ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു സുഖം ആ സിനിമയ്ക്കകത്തുണ്ട്. മ്യൂസിക്കലി വളരെയധികം അങ്ങനെ നമ്മൾ ഹാർഡായിട്ട് നമ്മുടെ കാതടുപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സിനിമയെ എപ്പോഴും എൻജോയ് ചെയ്യാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്. ഇമോഷണലി കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമോഷണലി കണക്ട് ആണ്. ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് നേരിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവരുടെ ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ എന്താണ് ഒരു UA സർട്ടിഫൈഡ് ഒരു പ്രേതപടം എന്ന് പറയുന്നത് തന്നെ അതിനകത്തുള്ള ഒരു കൗതുകമാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. നിവിൻപോളി തിരിച്ചു വന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സാധാരണക്കാരുടെ ഇടയിലുണ്ടായിരുന്ന നിവിൻപോളി തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. കാരണം അങ്ങനത്തെ റോളുകളിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പൊ അതിനകത്തേക്ക് തിരിച്ചു വന്നിട്ട് ആ സുഖമുള്ള നിവിൻപോളിയുടെ ഒരു അഭിനയം, ആ ഒഴുക്കും ഹ്യൂമർ ടൈമിംഗ് എല്ലാം ഈ സിനിമയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. അജു വർഗീസ് ഇത് പറഞ്ഞാൽ നമ്മൾ അവർ ഇത് മുമ്പ് ചെയ്ത വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം. അവരുടെ ആ ഒരു പണ്ടത്തെ അവരുടെ കോമ്പിനേഷന്റെ സംഭവം ഒന്നും റിപ്പീറ്റ് ആവാതെ ഈ ഒരു സീനിനകത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള പെയറായിട്ട് ഒരു പുതിയ പെയർ പോലെ തന്നെ അവർ വീണ്ടും വരുന്നുണ്ട്. കാരണം ഇത്രയും വർഷത്തെ അവരുടെ ഒരു അഭിനയ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ഒന്നുകൂടെ രസകരമായിട്ട് സ്ക്രീനിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അജു വർഗീസ് കോംബോ ആണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ട്, ഞാനത് പറയുന്നില്ല. ആ ഒരു ഇതായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ എല്ലാം വളരെയധികം ഇമോഷണലി ടച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിക്കിടയിൽ ഫസ്റ്റ് ചോയ്സ് ഈ സിനിമയായിരിക്കും ഈ ക്രിസ്മസിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവമായ ഫസ്റ്റ് ഹാഫ് കണ്ടു, കൊള്ളാം, നല്ല രസമുണ്ട്. ഈ എന്താ പറയാ, ഒട്ടും നമുക്കൊരു ഒരു പഴയതല്ലാത്ത പുതുമയാർന്ന രീതിയിലുള്ളൊരു കുറെ നാളായിട്ട് നമ്മൾ കാണാത്ത മിസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് നിവിനും അജുവും. വളരെ നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സാധാരണക്കാരുടെ ഇടയിലുള്ളൊരു ആ ഒരു പഴയ നിവിനെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ കാലമായിട്ട്. അത് നമുക്കിവിടെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രസമുണ്ട്. അജു നല്ല രസമാണ്, നല്ലൊരു ഭയങ്കര ഹ്യൂമറാണ്, ഭയങ്കര ടൈമിങ്, രണ്ടുപേരും ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല എൻജോയ് ചെയ്യാൻ, കുറെ ചിരിക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, നല്ല രസമുണ്ട്. എന്താണ് ജോണർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നല്ലൊരു മൂവിയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു എന്റർടൈനർ പടമായിരിക്കും. നിവിൻ പോളി എന്ന നടൻ എവിടെയും പോയിട്ടില്ല. പണി അറിയാവുന്ന സംവിധായകന്മാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിവിൻ എന്ന നടനെ എത്രത്തോളം ഉയർത്താം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് സംവിധായകൻ. കാരണം കുറച്ച് നാളുകളെ നിവിൻ പോളി ചിത്രങ്ങളൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല തിയേറ്ററുകളിൽ. പക്ഷെ തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളോ ഗംഭീര വർക്ക് അതിന്റെ പടം. അജു വർഗീസ് നിവിൻ പോളി കൂട്ടി തിയേറ്ററിൽ ഫുള്ള് ക്ലാപ്സ്, കയ്യടി, എല്ലാവരും മുഖത്ത് സന്തോഷം. എന്താ പറയാ, പഴയ നിവിൻ പോളിയുടെ മാനരസങ്ങൾ നമുക്ക് സ്ക്രീനിൽ സാധിക്കുന്നുണ്ട്. പിന്നെ അജു വർഗീസിന്റെ കൗണ്ടറുകൾ ഫ്രഷ് കോമഡി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു സീൻ പോലും ബോറടിപ്പിക്കാണ്ട് കൊണ്ടായി സംവിധായകൻ. നിവിൻ പോളിയുടെ പണ്ടത്തെ കൗണ്ടറുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴാണ് വരുന്നത്. പണി അറിയാവുന്ന സംവിധായകനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംവിധായകൻ നന്നായി തെളിയിച്ചു കഴിഞ്ഞിട്ട് ഉറപ്പിച്ച 2026 നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ നിവിൻ പോളി നടന്നെ ഒരു വമ്പൻ സ്റ്റാർ ലെവലിലേക്ക് ആൾ വീണ്ടും ഉയരും. ഗംഭീര പടം, എല്ലാ കുടുംബപ്രേക്ഷകരും തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന സിനിമ. ഈ ക്രിസ്മസിന് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാമിലി എന്റർടൈനർ. നിവിൻ പോളി ഈസ് ബാക്ക് ഇൻ മലയാളം സിനിമ.